രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്ക് അന്ത്യം കുറിച്ചെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലെ ചുവപ്പ് ഭീകരതയിൽ നിന്ന് മുക്തമാക്കി. മാർച്ച് 31-നകം കമ്മ്യൂണിസ്റ്റ് ഭീകരത അവസാനിപ്പിക്കുമെന്നും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, നമുക്കറിയാം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൃത്യമായ ഒരു ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരത അതിന് അറുതി വരുത്തും എന്നുള്ളതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അദ്ദേഹം പങ്കുവെക്കുകയാണ്. വെറുതെ അവകാശവാദമല്ല. ഓരോ സംസ്ഥാനങ്ങളിലും അദ്ദേഹം ഓരോ ഡേറ്റ് കണക്കാക്കി തന്നെ അത്തരം ഭീകരതയെ അദ്ദേഹം അമർച്ച ചെയ്തിരുന്നു, ഇല്ലായ്മ ചെയ്തിരുന്നു. ഇപ്പോൾ മാർച്ച് 31-നകം കമ്മ്യൂണിസ്റ്റ് ഭീകരത അവസാനിപ്പിക്കും എന്നുള്ള കൃത്യമായ പ്രഖ്യാപനമാണല്ലോ അമിത്ഷാ നടത്തിയിരിക്കുന്നത്. ഗൗതം, മാർച്ച് 31, അതായത് ഇന്നത്തെ ദിവസം കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്ക് നമ്മുടെ രാജ്യത്ത് അന്ത്യം കുറിക്കും എന്ന പ്രഖ്യാപനം ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയത്. നമുക്കറിയാം 1947 നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മുടെ രാജ്യം നേരിട്ട പല പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരതയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ മധ്യഭാഗത്ത് ദണ്ഡകാരുണ്യ വനമേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഛത്തീസ്ഗഡും ജാർഖണ്ഡും ബീഹാറും ഉത്തർപ്രദേശുമൊക്കെ അടങ്ങുന്ന ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികൾ നമ്മുടെ രാജ്യത്ത് അഴിഞ്ഞാടിയത്. നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട്, കമ്മ്യൂണിസ്റ്റ് ചൈനയിലൊക്കെ കാണുന്നത് പോലെയുള്ള തെരഞ്ഞെടുപ്പുകളൊന്നുമില്ലാത്ത കമ്മ്യൂണിസം ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന, ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമല്ലാത്ത രീതിയിലുള്ള ഒരു ഭരണവ്യവസ്ഥ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, തോക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, ആയുധം ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തിനെതിരെ യുദ്ധം ചെയ്യുക, അതാണല്ലോ കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത്. അങ്ങനെ ആയിരക്കണക്കിന് സാധാരണക്കാരെ കൊന്നുതള്ളിയിട്ടുള്ള ഈ ഭീകരവാദത്തെ അമർച്ച ചെയ്യുമെന്ന പ്രഖ്യാപനം നടത്തിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായായിരുന്നു. ഇന്നലെ അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. 12 സംസ്ഥാനങ്ങളെ, അതായത് ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരത, പ്രത്യേകിച്ച് നക്സലിസവും മാവോയിസവും എഫക്റ്റ് ചെയ്യുന്നത് 12 സംസ്ഥാനങ്ങളാണ്. അതിൽ കേരളമുണ്ട്. കേരളം എന്ന് പറയുമ്പോൾ അത് കേരളത്തിലൊരു വൈഡ് റേഞ്ചിൽ, അതായത് വലിയ തോതിൽ അതിനെ എഫക്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. വയനാട് പോലെയൊക്കെയുള്ള ചില ജില്ലകളിൽ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേങ്കിൽ ഛത്തീസ്ഗഡ്, അതോടൊപ്പം തന്നെ ജാർഖണ്ഡ്, ബീഹാർ, ഒഡീഷ, തെലുങ്കാന, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ആയിരക്കണക്കിന് സാധാരണക്കാരെ ഇവർ കൊല്ലുകയും ഒപ്പം വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതാണ് ഈ നക്സലിസത്തിൻ്റെയും മാവോയിസത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനപരമായ രീതി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെതിരെ അടുത്ത കാലത്ത് വളരെ സുപ്രധാനമായിട്ടുള്ള ഓപ്പറേഷനുകൾ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശത്തിൽ സുരക്ഷാസേന നടത്തുകയും ആ സുരക്ഷാസേന ആയിരക്കണക്കിന് മാവോവാദികളെ ഇല്ലാണ്ടാക്കുകയും ഒക്കെ ചെയ്ത കണക്കുകൾ നമ്മൾ അടുത്തിടെ കണ്ടിരുന്നു. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാണിക്കുകയാണ്. കാരണം സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യം നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്ന്, അതൊരു ഭാഗത്ത് ഇസ്ലാമിക ഭീകരതയുണ്ട്. നമുക്കറിയാം ജമ്മു കാശ്മീർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇസ്ലാമിസ്റ്റുകൾ ആ സംസ്ഥാനത്തെ ഭാരതത്തിൽ നിന്നും അടർത്തി മാറ്റി പാകിസ്ഥാൻ്റെ ഭാഗമാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. മറുഭാഗത്ത് ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചൈന പോലെയുള്ള രാജ്യങ്ങളുടെ കൈകളിൽ നിന്നും പണം വാങ്ങിയതിന് ശേഷം നമ്മുടെ രാജ്യത്തെ വിഭജിച്ചുകൊണ്ട്, ഭാരതത്തെ വിഭജിച്ചുകൊണ്ട് ഈ നാഗാലാൻഡ്, അതോടൊപ്പം തന്നെ ത്രിപുര, അരുണാചൽ പ്രദേശ്, സിക്കിമൊക്കെ പോലെയുള്ള രാജ്യങ്ങളെ വിഭജിച്ചുകൊണ്ടൊരു ക്രിസ്ത്യൻ പരമാധികാര രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വിഘടനവാദ സംഘടനകളെ നമുക്കറിയാം. അത് ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ മേഖലയിലുണ്ടായിരുന്നു. ഈ മധ്യഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഉയർത്തിയത് ഈ നക്സലിസവും മറ്റ് കമ്മ്യൂണിസ്റ്റ് ഭീകര സംഘടനകളുമാണ്. അത് പശ്ചിമ ബംഗാളിലെ നക്സൽ ബാരിയിൽ നിന്നൊക്കെ ആരംഭിച്ച് പിന്നീട് അത് ഛത്തീസ്ഗഡിലെയും ജാർഖണ്ഡിലെയും ഒക്കെ ഗ്രാമീണ മേഖലകളിൽ പലപ്പോഴും പിടിമുറുക്കുകയും സാധാരണക്കാരെ കൊന്നുതള്ളുകയും ഒരുപാട് സൈനികർ ജീവത്യാഗം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം വലിയൊരു നീക്കം ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. 2005 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് തന്നെ പറഞ്ഞത് ഭാരതം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആഭ്യന്തര ഭീഷണി എന്ന് പറയുന്നത് നക്സലിസവും അതോടൊപ്പം തന്നെ മാവോയിസവുമാണ് എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം മൻമോഹൻ സിംഗിനെ കൊണ്ട് ഇത് പറയാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ. അതിനെതിരെ ഒരു നീക്കവും നടത്താൻ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ സർക്കാരിനോ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അമിത്ഷായും നരേന്ദ്രമോദിയും പറയുകയല്ല, അത് പ്രവർത്തിച്ച് കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ രാഷ്ട്രം 1947 ശേഷം നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നായ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തെ ഏതാണ്ട് പൂർണ്ണമായും അമർച്ച ചെയ്തിരിക്കുന്നു. 12 സംസ്ഥാനങ്ങളിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തെ അമർച്ച ചെയ്തുവെന്ന സുപ്രധാനമായ പ്രഖ്യാപനമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ ലോക്സഭയിൽ നടത്തിയിരിക്കുന്നത്.
അതെ, വ്യക്തമാണ്. 12 സംസ്ഥാനങ്ങളിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ തുടച്ചു നീക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ. ഗൗതം പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ മൻമോഹൻ സിംഗ് പറയുക മാത്രമേ ചെയ്ത്. അപ്പം അതെ, ഇപ്പോൾ ഉള്ള കേന്ദ്ര സർക്കാരിന് പറയുന്ന മാത്രമല്ല പ്രവർത്തിക്കാൻ കഴിയും. അത് കൃത്യമായ പ്ലാനോട് കൂടിയാണ്. കാരണം ഈ മാവോയിസ്റ്റ് മേഖലകളിലെ അപരിഷ്കൃതമായി കിടന്ന സ്ഥലങ്ങളൊക്കെ പരിഷ്കൃതമാക്കുന്ന, വികസിപ്പിക്കുന്ന, ആ കീഴടക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായ ഒരു അടുത്ത് എന്ത് ചെയ്യണം എന്ന രീതിയിൽ മാർഗദർശനം നൽകുന്ന അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത്. 2 വർഷം മുമ്പ് ആ ഒരു പ്രഖ്യാപനം ഇപ്പോൾ കൃത്യമായി പാലിച്ചിരിക്കുന്നു, പാലിക്കപ്പെട്ടിരിക്കുന്നു. രാജ്യം മാവോയിസ്റ്റ് മുക്തമായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഗൗതം നൽകിയത്.